ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമ്മളെ വീട്ടിലുണ്ടാകുന്ന നല്ല പഴുത്ത പഴം കൊണ്ട് നമ്മളെല്ലാവരും കളിയില്ല, അതിനെ കൊണ്ട് ഒരു ഉന്നക്കായി കണ്ടാലോ. ഇത് നമുക്ക് ഇഫ്താറിനെല്ലാം കഴിക്കാൻ പറ്റും നല്ല അടിപൊളി സ്നാക്കാണ്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത 2 പഴമാണ്. ഇത് നല്ല മിക്സിയിൽ വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് അതൊരു ബൗളിലേക്ക് ഇട്ട ശേഷം അതിലേക്ക് 1/2 കപ്പ് പാലൊന്ന് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. ഞാൻ ഏലക്ക പഞ്ചസാരൻ്റെ കൂടെയാണ് പൊടിക്കൽ, അതാണ് വെള്ള കളറ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ആക്കിയാൽ മതി. അതിനുശേഷം മാവ് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് മൈദപ്പൊടി ചേർക്കണം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് മൈദപ്പൊടി എടുത്ത് വെച്ചിന്, അതിൽ 1/2 ഭാഗം ഞാൻ ചേർത്തിട്ടൊന്ന് മിക്സാക്കി. അതിനുശേഷം പിന്നെയും എനിക്ക് ആവശ്യമായിട്ട് വന്നുകൊണ്ട് ഞാൻ ബാക്കി പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് നല്ല തിക്കായിട്ടുള്ള ചപ്പാത്തി മാവ് പോലെ ഒന്നുമല്ല, കുറച്ച് ലൂസായിട്ടുള്ള മാവ്, നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത വിധത്തിലുള്ള മാവ് ഞാൻ കുഴച്ചെടുത്ത്. ഇനി ഈ മാവിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് പശു നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല, നല്ല അടിപൊളി സ്മൂത്ത് ആയിട്ടുള്ള മാവായിട്ട് നമുക്ക് കിട്ടും. എന്താ ഇപ്പോൾ എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആക്കിന്. ഇനി ഇതൊരു 1/4 മണിക്കൂർ ഒന്ന് അടച്ചു വെക്കാം. അതുകൊണ്ട് നമുക്ക് ഉള്ളിലുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം 1/2 ടേബിൾ സ്പൂണ് പശു നെയ്യ് ഒരു പാനിൽ ചേർത്തിട്ട് അതിലേക്ക് 1 കപ്പ് തേങ്ങയും കൂടി ചേർത്തിട്ട് ഒന്ന് വാട്ടിയിട്ട് എടുത്ത് അതിലേക്ക് 1/4 കപ്പിലും കുറച്ചും 1 ടേബിൾ സ്പൂൺ കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുത്ത് എല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുത്ത് പഞ്ചസാര ഉരുകുന്ന ടൈം ഒരു 1/4 കപ്പ് പാല് അതിലേക്ക് ചേർത്ത് കൊടുത്ത് പിന്നെ 1 ടീസ്പൂണ് ഏലക്ക പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് എല്ലാം കൂടിയിട്ട് ഒന്ന് വറ്റി വരുന്ന വരെ ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിക്കാം. നിങ്ങൾക്ക് പഞ്ചസാരൻ്റെ പകരം വെള്ളം ഉപയോഗിക്കാം, വെള്ളം ഉപയോഗിച്ചാലും നല്ല ടേസ്റ്റാണ്. എന്താ ഇപ്പോൾ കുറച്ച് വറ്റി വന്നില്ലേ, ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തണിയാൻ വെക്കാം. അതിനുശേഷം നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ മാവ് ഉരുളയാക്കിയിട്ട് അതിലേക്ക് ഈ തേങ്ങേൻ്റെ ഫില്ലിങ് വെച്ചിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് നമുക്ക് എടുത്തു വെക്കാം. നമ്മളെ നോമ്പ് കാലമല്ലേ വരാൻ പോകുന്നത്, അപ്പോൾ നമുക്ക് നോമ്പ് ഉറക്കൽ ഉണ്ടാക്കാൻ പറ്റുക നല്ല അടിപൊളി സ്നാക്കാട്ടെ ഇത്. നമുക്കിത് ഷേപ്പാക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനുള്ള ഓയിലൊന്ന് ചൂടാക്കാൻ വെക്കാം. ഇതുപോലെ ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. ഞാൻ കുറച്ച് ഉന്നക്കായ് ഷേപ്പിലും കുറച്ച് ബോക്സ് ടൈപ്പ് ഷേപ്പിലും ആക്കിയിട്ട് ഞാൻ വെച്ചത്. അപ്പോഴേക്ക് ഓയിൽ ചൂടാക്കാൻ വെച്ച് ഓയിൽ ചൂടായ ശേഷം നമുക്ക് സാധാ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒന്ന് അപ്പുറം ഇപ്പുറയും തിരിച്ച് ഒരു ഗോൾഡൻ കളറാക്കിയിട്ട് നമുക്കിത് കോരി മാറ്റാം. നിങ്ങൾക്ക്
നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ. കണ്ടില്ല, നമ്മൾ നോർമൽ ഉന്നക്കായ് പോലെ തന്നെ. പിന്നെ ഉന്നക്കായിൽ നമ്മൾ മൈദപ്പൊടിയൊന്നും ചേർക്കില്ല, അപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കില്ലേ. ഇത് നമ്മൾ മൈദപ്പൊടിയും കൂടി ചേർക്കുന്നതുകൊണ്ട് കുറച്ച് വേറൊരു ടൈപ്പ് ഒരു ഉന്നക്കായ് എന്ന് പറയാം. അപ്പോൾ നല്ല അടിപൊളിയൊരു സ്നാക്കാട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.